വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. യെസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആമസോൺ ഗാഡ്ജറ്റ്സ് ആണ്. മീൻസ് ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഗാഡ്ജറ്റ്സ്, അതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, പ്രോസ് ആൻഡ് കോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ മേടിച്ചിട്ടുള്ളത് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. സോ എന്തായാലും കൂടെ കുടിക്കോ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു കാർ മാഗ്നറ്റിക് ഹോൾഡർ. അത് ഫസ്റ്റ് ഞാൻ മേടിച്ചതല്ല, ലാസ്റ്റ് അല്ല, ഒരു മിഡിലായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഞാനത് മേടിച്ചത് ആമസോണിൽ നിന്നല്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു യൂട്ടിക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് എൻ്റെ ബാക്കിലുള്ള ചതി മനസ്സിലായി. ഇവർ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഫുൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും ഇവർ വെരിഫൈ ചെയ്യില്ല. ജസ്റ്റ് ഇവർ ഓർഡർ പ്ലേസ് ചെയ്യും, സാധനം വരും, നേരെ നമുക്ക് സെല്ലറിന് നമ്മുടെ അടുത്തേക്ക് എത്തും. പിന്നെ വലിയ വാറണ്ടിയോ സാധനങ്ങളൊന്നും ഇല്ല, അത് ഫോളോ അപ്പ് എടുത്ത് പോയി കുറേ സമയം എടുക്കും. സോ അതുകൊണ്ട് മാഗ്നറ്റിക് ഹോൾഡർ ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തിട്ടില്ല, ഞാൻ കാറിൽ വെച്ചേക്കാണ്. അപ്പോൾ ആ സാധനം ഞാൻ എനിക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, റീലായിട്ട് ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സാധനമാണ് ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത്. അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, കാരണം അതിൻ്റെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മാഗ്നറ്റ് വരെയൊക്കെ വർക്കായില്ല, സക്ഷൻ കറക്റ്റ് വർക്കാവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളകി പോകുന്നൊരു കേസൊക്കെ ഉണ്ട്. നമ്മൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ കറക്റ്റ് ക്ലീൻ ഗ്ലാസ്സിലൊക്കെ വെച്ച് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് ഹോൾഡായി നിൽക്കും. പക്ഷേ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഗ്ലാസ് ഉണ്ട്, ബാക്കിലൊരു സ്റ്റിക്കർ വെച്ചിട്ട് നമുക്കത് കാറിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സാധനമൊക്കെ വെച്ച് ഹോൾഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോയി, ഫോൺ താഴെ പൊട്ടായിരുന്നു വാങ്ങിയത്. സോ ഒരു 399 രൂപയ്ക്ക് 400 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു ഗാഡ്ജറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ 50,000 1,00,000 രൂപ വിലയുള്ള ഫോൺ നശിപ്പിക്കാൻ നിൽക്കണം. എനിക്ക് ട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു മാഗ്നറ്റിക് ഹോൾഡർ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവൻ കിടിലനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഡ്രോബാക്ക് ഒന്നുമില്ല. അപ്പോൾ ഒരു 599 ആണ് അതിൻ്റെ പ്രൈസ്. അതുകൊണ്ടാണ് ഇതിലത് പറയാത്തത്. എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. പ്രോട്ടോണിക്സ് എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഏതായാലും കൊടുത്തിടാം. പക്ഷെ അത് ഈ ഒരു മാഗ്നറ്റിക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അതിൻ്റെ സെക്ഷൻ അങ്ങനെ വർക്ക് ചെയ്ത് വെക്കോളും. പക്ഷെ കുറേ സമയം നമ്മൾ ഊരി വേറെ എവിടെ ഒട്ടിച്ച് പിന്നെ ഊരി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്ഷൻ്റെ പവറും മാഗ്നറ്റിക് പവറൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങളത് യൂസ് കേസിനനുസരിച്ച് സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് പവറോ സെക്ഷൻ പവറോ കുറയാണ് ഫീൽ ചെയ്യണം, അത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. കാരണം ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മളെ ഫോൺ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഡ്രോബാക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ യൂട്ടിക് സ്റ്റോറിനെ ഓൾറെഡി ടാഗ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇതുവരെ അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ഫോളോ അപ്പ് ഒന്നും എടുത്തില്ല. പിന്നെ അതിൻ്റെ പേര് ഹെട്ടിക്കായിട്ട് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊന്നും ഇനി മേലെ ജന്മത്തിൽ ഞാൻ ഓർഡർ ചെയ്യില്ല. യൂട്ടിക് സ്റ്റോർ എന്ന് പറയുന്നത് ഏതൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒരു പേജാണ്. അതുകൊണ്ട് പിന്നെ അവർക്കും നെഗറ്റീവാണ്. ഒരു ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുന്ന ബാക്കി പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി നമുക്കറിയില്ല. മേ ബി ഇനി എനിക്ക് കിട്ടിയ മാത്രം പ്രൊഡക്റ്റിന് പ്രശ്നമാണോന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത പരിപാടി നിർത്തി. ഇനി ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ എടുക്കുള്ളൂ. ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിന് എടുത്തതിൻ്റെ പ്രശ്നങ്ങളില്ല. എന്തായാലും അത് പോട്ടെ. അപ്പോൾ അതാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ വേസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു 9-in-1 അങ്ങനെ എന്തോ വരുന്ന ഈ ഒരു ഗാഡ്ജറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പേജിൽ കാണും. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, കീബോർഡ്, അങ്ങനെ എയർപോർട്സ്, അങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതാ ഈ ഒരു കീബോർഡ് ഉണ്ടോ, അതിൽ ഒരുപാട് പൊടിയുണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ഒരു സാധനം, ഈ ഒരു ബ്രഷ് പുറത്തെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ടൂളും കൂടി ഉണ്ട്, കാണിച്ചു തരാം. അവിടെ പോയി ഈ സൈഡിലാണ്. യെസ്, ഇവിടെ ഒരു ടൂളുണ്ട്, ഹിഡൻ ടൂളാണ് കേട്ടോ. ഈ ഹിഡൻ ടൂള് നമുക്കിതാ കീബോർഡിൻ്റെ ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കീ ഇതേപോലെ പുറത്തേക്ക് വരും. പിന്നെ അത് തിരിച്ചു വെക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ല, തിരിച്ച് നമ്മൾ തന്നെ വെക്കണം. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ കീ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ കാണിച്ചേക്കുന്ന ഈ ഒരു സാധനം തിരിച്ച് വെക്കാൻ. ഓക്കെ, ഈ ഒരു സാധനം കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ലിക്വിഡ് വരുന്ന സമയത്ത് ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഈ ലിക്വിഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിലിനകത്ത് നിങ്ങൾക്ക് ക്ലീനിങ് ലിക്വിഡ് ആയിരിക്കും വരിക. അപ്പോൾ അത് മീൻസ് ഒരിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യണം, വേറൊരു ബോട്ടിൽ എക്സ്ട്രാ മേടിക്കണം. അല്ലാതെ വെള്ളം നിറച്ച് ക്ലീൻ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ സ്ക്രീനൊക്കെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങൾക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു
ഒരു തവണ നിങ്ങളൊരു ഡിവൈസ് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെൽക്രോ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഇതേപോലെ പൊളിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വെൽക്രോ വരും. ഇപ്പോൾ ഈ സാധനം എന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് വേണം ഇത് നിങ്ങൾ റീയൂസ് ചെയ്യാനായിട്ട്. അതല്ലാതെ നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് ആ മെറ്റീരിയലിൻ്റെ സെയിം അഴുക്കുള്ള സാധനം വേറൊരു സ്ഥലത്ത് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വില പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ രണ്ടാമത് യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വില ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യരുത്. പിന്നെ ഇവിടെ അതെ ഈ ഒരു സാധനം ഈ സൈഡിൽ നിന്ന് നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് അങ്ങനെ ഒരു സാധനം പൊങ്ങിയിടും. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ നിങ്ങളുടെ എയർപോർട്സിൻ്റെ ഒക്കെ അതെ ഇതാ ഈ ഒരു ഭാഗവും ഉൾഭാഗത്തേക്ക് നമുക്ക് കൈ പോലും എത്തില്ല, അല്ലെ എന്ത് വേറെ ഒന്ന് സാധനം വെച്ച് ഉപയോഗിക്കാനില്ല. അപ്പോൾ ഈ സാധനം അതാ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിത് അകത്തുള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേറെ ഒരു സർഫസിൽ നമുക്ക് തുടച്ച് കളയാനൊക്കെ പറ്റും. അതേപോലെ നിങ്ങൾക്ക് എയർപോർട്സിൻ്റെ ഡിപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഇങ്ങനൊരു സാധനം കൂടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതിൻ്റെ ഈ അകത്ത് വരുന്ന ഇവരുടെ ഗ്രില്ലൊക്കെ ഉണ്ടാവില്ലേ, ഈ ഗ്രില്ലിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ തുടച്ച് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് തുടച്ചെടുക്കാനും പറ്റും. അപ്പം അത്തരത്തിലുള്ള സാധനം പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ബ്രിസിൽസ് ഉണ്ടാവും, നമ്മളെ ബ്രഷിൻ്റെ ഒക്കെ തട്ടത്ത് കാണുന്ന രീതിയിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ബ്രിസിൽസാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന നമ്മളെ ഫൈബർ ടൈപ്പ് ബ്രിസിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഇടയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുമോ അറിയില്ല, ഈ വരയും ഇതൊക്കെ ഉണ്ടാവും, നമ്മളെ ഈ കമ്പോണൻസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ കയറി നിൽക്കുന്ന അഴുക്കൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് തുടച്ച് കഴിഞ്ഞാൽ റിമൂവ് ആയി കിട്ടും. നല്ല പ്രിസൈസ് ആയിട്ട് ഇത് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ചെയ്യണം, അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. ഇത് പ്രോട്ടോണിക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രോബാക്ക് ഇതാണ്, ഇത് നിങ്ങൾ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ സ്പ്രെയറിൻ്റെ അകത്ത് വെള്ളം നിങ്ങൾ നിറച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ സാധനം നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും വാഷ് ചെയ്യുക. കാരണം ഇതിലൊക്കെ അഴുക്ക് പറ്റിയിരുന്നാൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഡിവൈസ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ പോവും. ഈ സാധനം യൂസ്ഫുൾ ആണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തുടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് 6-in-1 ടൂളായിട്ടുള്ള ഈ സാധനത്തിൽ എനിക്ക് ഇത്രയും സാധനങ്ങളാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. സോ അതാണ് ഈ സാധനം. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് ലിങ്ക് ഞാൻ കൊടുത്തത്. ഈ ഒരു സാധനമാണ്. ഇത് നിങ്ങൾ പലരും മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിൻ്റെ വില കൂടിയ സാധനം മേടിച്ചിട്ടുണ്ടാവും. ഇത് ഒരു സ്റ്റാൻഡാണ്, സെൽഫി സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇത് ഒരു ഫോൺ ഇതേപോലെ ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിക്കായിട്ട് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഇത്രയൊക്കെ ഹൈറ്റ് മാക്സിമം വരുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ സാധനം നിങ്ങൾക്ക് ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കീ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എവിടെ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് സെൽഫി എടുക്കാനും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ഫ്ലാഷ്. ഇത് നിങ്ങൾക്ക് 2 ലെവൽ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ഫ്ലാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും പ്ലേസ് ചെയ്യാം. പിന്നെ ഇങ്ങനെയും ഇങ്ങനെ ഈ ഒരു ഇത് വരെ നിങ്ങൾക്കിത് മടങ്ങി കിട്ടും. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം ഒരു 399 299 ആ ഒരു പ്രൈസ് റേഞ്ചാണ്. ഓഫറിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ എന്തായാലും പ്രൊഡക്റ്റിന് ലിങ്ക് കൊടുത്തിട്ടാം. 500ൻ്റെ താഴെയാണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത്. നിങ്ങൾക്കിത് എവിടെയെങ്കിലും കൊണ്ടടക്കാനൊക്കെ ആണെങ്കിലും പോക്കറ്റിലൊക്കെ കയറി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ആമസോൺ ബേസിക്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിലും വലിപ്പം കൂടിയ പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ഫേസ് ട്രാക്കിങ് വരുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് അൺബോക്സിങ് ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ മേടിച്ചാണ്. ഏതായാലും പല സിറ്റുവേഷനിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൽ ഡ്രോബാക്ക് ആയിട്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ഇവിടെ വരുന്നത്, ഈ ബട്ടൺ നമ്മൾ കയ്യിലെടുത്തിട്ട് പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കണക്ട് ചെയ്യും. പിന്നെ ചില സമയത്ത് ബാറ്ററി തീർന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അല്ലാത്ത കേസിൽ നമുക്കിത് എവിടെയും വെക്കാൻ പറ്റും. പിന്നെ ഇത് വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ ഫോണ് ഇങ്ങനെ വെച്ച് വെയിറ്റ് കൂടിയ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തന്നെ താന്നു പോകും. നമുക്കിതിങ്ങനെ ഒരു സ്ഥലത്ത് പ്രസ്സായി നിൽക്കില്ല. ഏകദേശം ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് വെയിറ്റ് കൂടിയ സാധനങ്ങൾ അങ്ങനെ പ്ലേസ് ആയിക്കോളും. അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ താന്നിങ്ങനെ വരും. അപ്പം എൻ്റെ യൂസ് കേസിന് അത്രയും മതി. എനിക്ക് മെയിനായിട്ട് ഈ ഒരു ട്രൈപോഡ് ഓൾറെഡി ഞാൻ മേടിച്ചിട്ടുള്ള, അപ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ടുള്ള ഈ ഒരു ട്രൈപോഡ് ഉണ്ട്. അത് പക്ഷേ 500ൻ്റെ താഴെയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കും ഞാൻ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. 500ൻ്റെ താഴെ തന്നെയാണ് അതിൻ്റെ പ്രൈസും വരുന്നത്. എയർപോഡ്സ്, ഈ ഒരു എയർപോഡ്സിൻ്റെ കേസ് ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ഗാഡ്ജറ്റാണ്. ഇതെനിക്ക്
349 399 അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്നാലും 500 താഴെയാണ്. പക്ഷെ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന് ഒരു 500 സംതിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ഊരിയാലാണ് നമുക്കിത് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീഴുന്ന സമയത്ത് നമ്മളെ ഈ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ ഉള്ളിലുള്ള ആ ഒരു ഡ്രൈവേഴ്സ്, അത് തെറിച്ചു. അത് ഒഴിവാക്കാനാണ് ഈ ഒരു ലോക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു മെറ്റാലിക് സർഫസ് ആണ്, ഇതൊരു പ്ലാസ്റ്റിക് ആണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ റബ്ബർ ഇട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രനൈഡൊക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാൽ നമുക്കിത് ഈ ഒരു കേസിന് പ്രൊട്ടക്ഷൻ മീൻസ് നമ്മുടെ മാക്സേഫ് കേസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സ്മഡ്ജസും പിന്നെ കളേഴ്സും ഒക്കെ അതിനെ പോലെ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മളെ എടുത്തൊരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനെ പോലെ സ്മഡ്ജസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഈ സാധനം മേടിച്ചത്. അപ്പോൾ ഇത് മേടിച്ചിട്ടതിന് ശേഷം ഒരുപാട് വ്യത്യാസം എനിക്കാണ്. അന്നുണ്ടായ ഒരു പാടല്ലാതെ കൂടുതൽ പാടൊന്നും ഇതിൻ്റെ വില വന്നിട്ടില്ല. സോ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് ലിങ്ക് ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ 500 മേലെയാണ്, മേ ബി അത് താഴെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് ഈ ഒരു 9-in-1 5-in-1 അങ്ങനെ എന്തോ വരുന്ന ഒരു ഗാഡ്ജറ്റാണ് ഇത്. കാണുമ്പോൾ ഒരു കുഞ്ഞനായിട്ടാണ്, ഇതിൻ്റെ വർക്കിംഗ് അടിപൊളിയാണ്. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ മെയിൻ സാധനം പുറത്തേക്ക് വരിക. കണ്ടോ, ഇത് നമുക്കൊരു C2C ഒരു കേബിൾ ഇവിടെ വരുന്നുണ്ട്. ഒരു C2C കേബിൾ വരുന്നുണ്ട്. ഭയങ്കര ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതുമല്ല, ഒരു 15 സെന്റിമീറ്റർ ഒക്കെ വരുന്ന ഒരു C2C കേബിളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്കിതാ ഇവിടെ ഒരു C2 USB കണക്ടർ വരുന്നുണ്ട്. അതേപോലെ C2 ലൈറ്റ്നിങ് കണക്ടർ വരുന്നുണ്ട്. പിന്നെ C2 മൈക്രോ USB കണക്ടർ വരുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് കണക്ടേഴ്സ് വരുന്നുണ്ട്. എൻ്റെ ഈ ഡിവൈസിനെ കണ്ടോ, ഈ ഒരു ലൈറ്റിനൊക്കെ മൈക്രോ USB പോർട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പോർട്ടിലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ടൈപ്പ് ചാർജറൊക്കെ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും കൊണ്ടു നടക്കുക. അപ്പോൾ ഇതൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു കണക്ടറൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഇവിടെ സിം എജക്റ്റിംഗ് ടൂള് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ്, പിന്നെ നിങ്ങളെ എക്സ്ട്രാ സിമ്മൊക്കെ ഇതിൽ പ്ലേസ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ടായിട്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ അല്ലെങ്കിൽ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ എന്തായാലും SD കാർഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾഡ് ചെയ്യുന്ന സാധനമൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ പ്രൈസ് റേഞ്ചിലുള്ള പവർ ബാങ്ക്, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ട്രൈപോഡ് സ്റ്റിക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ മേലെ വരുന്ന ഗാഡ്ജറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 500 താഴെ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക്. സോ ഇതേപോലുള്ള യൂസ്ഫുൾ ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ 1000 മേലുള്ളതോ അല്ലെങ്കിൽ 1000 താഴെയും 500 മിഡിൽ ഏത് റേഞ്ചിലുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെ കൂടിക്കും. നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.